മേടിച്ച് എല്ലാ കടക്കാരും വന്ന് എപ്പോഴും വന്ന് അപമാനിച്ച് അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അവർക്കെല്ലാം കൊടുക്കാനുണ്ടാവും. അങ്ങനെ ഏതായാലും ഇവരുടെ ബിസിനസ് ഒക്കെ കുത്തുവാളിയെടുത്ത് ആരും സഹായിക്കാനില്ല, ഇനി ആരും ഞങ്ങൾക്ക് പൈസയും തരൂല എന്ന്. പാലക്കാട് വാണിയംകുളത്ത് നിന്ന് കാണാതായ മൂന്നംഗ കുടുംബത്തെ കണ്ടെത്തി. കർണാടകയിലെ ചാമരാജ് നഗറിൽ വീടെടുത്ത് താമസിക്കുകയായിരുന്ന കുടുംബത്തെ ഷൊർണൂർ പോലീസാണ് കണ്ടെത്തിയത്. 2 ദിവസം മുമ്പ് അച്ഛനെയും അമ്മയെയും മകനെയും കാണാനില്ല. പിക്കപ്പിന്റെ വണ്ടിയിലാണ് അവരെല്ലാം നാട് വിട്ടത്. അതുമാത്രവുമല്ല, അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. എടോ, അച്ഛനും അമ്മയും മുങ്ങിയതാടോ, എന്തിനാടോ വെറുതെ ഐറ്റങ്ങളെ കൊണ്ടുപോയിട്ട് വീണ്ടും ആ കടക്കാരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്? അവർ മുങ്ങിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരെന്തിനാ മുങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിയാൽ തീർക്കാനാകാത്ത കടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മുങ്ങിയതാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പറമ്പും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, അത് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, നാട്ടുകാർ വാര വെച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്. ഇപ്പം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-60 ലക്ഷം 1 കോടി റുപ്യേൻ്റെ സ്വത്തുണ്ടാകും. പക്ഷെ ഇവർ 40 ലക്ഷത്തിന് വേണ്ടിയിട്ട് നാട് വിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാൻ കഴിയില്ല, അതുപോലെ വീട്ടുകാരുടെ മുന്നിൽ നാണം കെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്താ, അച്ഛനും അമ്മയും മകനും കൂടിയിട്ട് ഈ വീടും പൂട്ടിയിട്ട് ഒറ്റ പോക്കങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അവർ കർണാടകത്തിൽ ഏതൊരു വാഴത്തോട്ടത്തിലാണ് ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞതെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതായത് കടക്കാരെ പേടിച്ചിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇത് ആദ്യമായിട്ടുള്ള ന്യൂസ് ഒന്നുമല്ല. അതായത് ഇത് പണ്ടും നടക്കുന്നത് തന്നെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ കൂടിയിട്ട് ഇതൊരു പ്രശ്നമാക്കിയത്. എനിക്ക് തോന്നുന്നു ഈ കടക്കാർ തന്നെ ഇത് പ്രശ്നമാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട് വിട്ടു പോയില്ലേ, എൻ്റെ കൊടകിലും അവിടെയൊക്കെ പോയിട്ട് ജോലി ചെയ്ത് പൈസ കൊണ്ട് വന്നിട്ട് കടമ്പ് തീർക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. ഇവറ്റകളൊക്കെ കൂടിയിട്ട് അവരെ പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും ദുരിതത്തിലേക്ക് ഇടുക ചെയ്തത്. ആ വീടോ പറമ്പോ ആരെങ്കിലും ജപ്തി ചെയ്തിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾ ഇവിടുന്ന് വിടുകയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വിട്ടിട്ടുണ്ടാവേ. പക്ഷെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്നിട്ട് വലിയൊരു കുരുക്കിലായിട്ടത്. ആരെങ്കിലും 10 പൈസ കൊടുക്കോടി, ആരെങ്കിലും സഹായിക്കാൻ 10 പൈസ കൊടുക്കും, ഒരാളും കൊടുക്കത്തില്ല. ഇനിയിപ്പോഴും നാട് വിട്ട് പോകാൻ പറ്റും. ഇനി കടക്കാർ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇവരെ വീട് പറഞ്ഞു നിൽക്കൂലേ, എല്ലാ കടക്കാരും വരും. 10-40 ലക്ഷം റുപ്യ കൊടുക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും വെറുതെ വിടുക. അപ്പൊ എല്ലാ കടക്കാരും വന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെ വളഞ്ഞു നിന്നിട്ടുണ്ടാവുമായിരുന്നു. കൂടുതൽ അബദ്ധത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത്. അതായത് ആ പാവങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എങ്ങനെ ജീവിക്കണം എന്നറിയാതെ ഉഴലുകയായിരിക്കും. അതായത് നമ്മളൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു തട്ടിക്കൊണ്ടുപോയതാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി അവരുടെ വണ്ടിയിൽ തന്നെയാണ് പോയത്. എവിടെയോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കടക്കാരെ പേടിച്ച് മാറി നിൽക്കുക എന്നുള്ള ഒരു വിചാരം വേണ്ടേ? ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ പിന്നെ എന്താ പറയേണ്ടത്, അന്വേഷിച്ചു കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ വലിയൊരു ദുരിതത്തിലേക്കാണ് കൊണ്ടുവന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. വലിയ ദുരിതം തന്നെയല്ലേ. ഇനിയിപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ വീട്ടുകാരെ ചിലപ്പോൾ ബന്ധുക്കൾക്കെല്ലാം പൈസ കൊടുക്കാനുണ്ടാവും. അവരൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവരെ മുഖത്ത് കാരത്തുപ്പൂലേ. അതായത് പൈസ താടാ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് പേടിച്ചിട്ടായിരിക്കും പോയത്. അപ്പൊ ഈ 40 ലക്ഷം കടവുള്ള ആൾക്ക് എങ്ങനെയായാലും ഒരു 60 ലക്ഷം റുപ്യേന്റെ സ്വത്തം കൊണ്ടുപോകും, അത് ഉറപ്പാണ്. അല്ലാതെ വെറുതെ ഒന്നും കൊണ്ടുപോയിട്ട് ആരും കടം കൊടുക്കൂലല്ലോ. അതായത് ഒരു ഗതിയും പരഗതി ഇല്ലാത്തവന് ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇത്രയും വലിയ തുക കടം കൊടുക്കോ? അതുപോലെ ബാങ്ക് ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ടല്ലേ കൊടുത്തത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രൈവറ്റ് പ്രോപ്പർട്ടി സ്ഥാപനങ്ങളാണെങ്കിൽ തന്നെ ഇതുള്ളത് കൊണ്ടല്ലേ കൊടുത്തത്. അല്ലാതെ ഒന്നുമില്ലാത്തവന് ഇത്രത്തോളം കടം കൊടുക്കൂലല്ലോ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇത് വീതം വെച്ചിട്ടോ എടുത്തോ ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവർ വിൽക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും. ഇനി വിറ്റിട്ട് ഇവരുടെയൊക്കെ കടം വീട്ടാമെന്ന് നോക്കിയിട്ടുണ്ടാവും. അപ്പോഴും ചില ആൾക്കാരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നറിയാം, അത് പറ്റൂല, ഇത് മൊത്തം എനിക്ക് എഴുതി തരണം, മറ്റവരുടെ കടം നിങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിക്കും. അങ്ങനെയാണ് ബ്ലേഡുകാരൊക്കെ അങ്ങനെയാണ്. അതായത് ബ്ലേഡുകാർ നിങ്ങൾക്ക് പൈസ തരുമ്പോൾ തന്നെ ഈശ്വരാ ഭഗവാൻ ഇവൻ അടക്കാൻ കഴിയാണ്ടിരിക്കട്ടെ, ഭഗവാനെ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് തരുക. അങ്ങനെ തരുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്ലേഡുകാരൻ നല്ല രീതിയിൽ തന്നിട്ടുണ്ടോ? അവൻ എല്ലാ പേപ്പറും ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ ആ വീട് കൃത്യമായിട്ട് എഴുതി മേടിക്കാനായിരിക്കും വരിക. കാരണം എന്താ അറിയാം, എത്ര കൊടുത്താലും അവന് തീരൂല. പലിശയും പലിശ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതെങ്കിലും പലിശക്കാരന്റെ ഉപദ്രവം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ നാട് വിട്ടിട്ടുണ്ടാവുക. ഇതിപ്പോഴും ഒരു കേസല്ലേ, ഇഷ്ടംപോലെ ആൾക്കാർ ഇവരെ പുറകെ തന്നെ പോകാനുണ്ടായിരുന്നു. അതായത് ഒരുപാട് പേര് കടം കൊണ്ട് പൊറുതിമുട്ടിയിട്ടുണ്ട്. എനിക്കറിയുന്നതിന് ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ സ്വത്തുണ്ട്, പക്ഷെ അത് വിൽക്കാൻ കഴിയുന്നില്ല, ആരും എടുക്കാനാളില്ല. എടുക്കുന്നവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വില, തുച്ഛമായ വിലക്ക് കിട്ടണം. പിന്നെ നമ്മുടെ ഒരു പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാ ചെയ്യാൻ അറിയാം. പിന്നെ ഒരു 30 ലക്ഷത്തിന്റെ സ്വത്താണെങ്കിൽ അത് 15 ലക്ഷത്തിന് മേടിക്കാൻ നോക്കും നമ്മളെ പ്രശ്നം അറിഞ്ഞാൽ. അതായത് ഇവന് പൈസക്ക് ആവശ്യമുണ്ട്, ഇവൻ രക്ഷപ്പെടൂല, ഇവൻ ഇവിടെ ആകെ അടപടലം പിന്നെ 3G ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവന്റെ അടുക്കുന്ന എങ്ങനെയും അത് ചുളിവിൽ മേടിക്കാം എന്ന് കരുതുന്നവരാ എല്ലാവരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം അയൽവാസികളെ അങ്ങനെ കരുതുന്നവരാണ്.
നമുക്ക് കടമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുമായിരുന്നു, അതായത് പിന്നെ ഒരാൾക്ക് ഒരുപാട് കടമുണ്ട്, അയാളുടെ വീട് വിൽക്കാൻ നോക്കിയിട്ട് ഇയാള് പിന്നെ സകല ആൾക്കാരെയും കണ്ടു. പക്ഷെ അവിടെ അടുത്ത് വരുമ്പോൾ എല്ലാവരും ചേർന്നിട്ട് പാര വെക്കും ഇയാൾ ആ വീട്ടിന്റെ അടുക്കല്ല താമസിക്കുന്നത്. അപ്പൊ അവിടെ വന്നിട്ട് എന്താ, ഇവർക്കൊക്കെ ആർക്കെങ്കിലും ഇത് ചുളിവിൽ അടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് അച്ഛനെയും അമ്മേനെയും മകനെയും തോന്നിയത്. കാരണം അവർക്ക് എല്ലാ സ്വത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അത് വിൽക്കാനോ ഇതിനോ സാഹചര്യങ്ങളോ കിട്ടുന്നില്ല. അതുമാത്രവുമല്ല, കടക്കാരുടെ ശല്യം ഏറി വരുന്നു. ഇവിടെ ഇനി നിന്നിട്ട് ഒരു കാര്യവുമില്ല. വയസ്സാം കാലത്ത് മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് കൃഷിപ്പണിയെടുത്ത് ജീവിക്കാലോ. കർണാടകത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഒരു ചെറിയൊരു കൂര വെച്ച് കെട്ടിയിട്ടോ ഇല്ലെങ്കിൽ ഒരു കൂര വാടകയ്ക്ക് എടുത്തിട്ടോ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാം. നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവിടെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയോൻ ചെറിയോൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്, നാട്ടുകാരൻ എന്ത് വിചാരിക്കും, മറ്റോൻ എന്ത് വിചാരിക്കും, ഒരു മണ്ണാങ്കട്ടിയും കർണാടകത്തിലൊന്നുമില്ല. കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒന്നുമില്ല. അതെല്ലാം ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അവനെ പോലെയുള്ള വീട് വേണം, അവനെ പോലെയുള്ള ബിസിനസ് വേണം, അവനെ പോലെയുള്ള കാറ് വേണം. ഒരു ചെറിയ കാറും കൊണ്ട് പോയി കഴിഞ്ഞാൽ അയ്യ നിന്റെ കയ്യിൽ ഇതാണോടെ ഉള്ളത് എന്ന് ചോദിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കാറും ഒരു സൈക്കിൾ പോലും ഇല്ലാത്തവൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊട്ട പോലത്തെ കാറ് കൊടുത്ത് നടക്കുന്നതാണെന്നില്ലേ എന്ന് പറയുമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് എൻ്റെ ഇയോണ്, ഈ ഒരു സാധനം ഇത് ഇയോണാണ്, വെറും ചെറിയ കാറാണ്. ഇതെടുത്ത് പോകുമ്പോൾ തന്നെ അവന്റെ പവർ കണ്ടാ വിചാരിക്കും ബെൻസിലാ പോകുന്നു, എങ്ങനെ പറയുന്ന ആൾക്കാരാണ് മൊത്തം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതായത് കൃത്യമായിട്ട് കുറ്റം പറയുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവര് നല്ല രീതിയിൽ വിഷമിച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് അവിടുന്ന് പോയത്. അവരെല്ലാവരും കൂടി ചേർന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദുരിതത്തിലേക്കാണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ കടം വന്നു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കുകയാണ് ചെയ്യുന്നത്. ഇവര് മരിക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അതുമാത്രമല്ല, ഇനി ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ആ പിക്കപ്പ് തിരികെ കൊണ്ട് വെച്ചതാവുമല്ലോ. അതാണ് ഏറ്റവും വലിയ അബദ്ധമായത് എന്നാ പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്താ പറയേണ്ടത്, നമ്മുടെ കർണാടകന്റെ ഈ പിന്നെ സുള്ളിയ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങ് മംഗലാപുരം അങ്ങ് ഒരു ഭാഗത്തേക്ക് മലയോര മേഖലയിലൊക്കെ പോയിട്ട് ഇവിടുന്ന് തുച്ഛമായ, അതായത് 1-2 ലക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അതും കൊണ്ട് പോയിട്ട് ഇവിടുന്ന് കടവും കാര്യങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് 1-2 ലക്ഷം മാത്രം കയ്യിലുണ്ടാവുള്ളൂ. അതും കൊണ്ട് അവർ കർണാടകയിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു 5 സെന്റ് സ്ഥലവും എടുത്ത് അവിടെ ഒരു ചെറിയ കൂരിയും വെച്ച് കെട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ കൃഷി സ്ഥലത്ത് ജോലി ചെയ്തിട്ട് വലിയ പണക്കാരായവരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയിട്ട് പിന്നെ ആ ഒരു പയ്യന് ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്, അവന് ഡ്രൈവിങ്ങും അറിയാം, അവൻ വണ്ടി ഓടിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അച്ഛനും അമ്മക്കും മകനും ആരെയും പേടിക്കാതെ ജീവിക്കാമല്ലോ. ഇവിടെ ഇങ്ങനെ പേടിച്ച് എല്ലാ കടക്കാരും വന്ന് എപ്പോഴും വന്ന് അപമാനിച്ച് അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അവർക്കെല്ലാം കൊടുക്കാനുണ്ടാവും. അങ്ങനെ ഏതായാലും ഇവരുടെ ബിസിനസ് ഒക്കെ കുത്തുവാളിയെടുത്ത് ആരും സഹായിക്കാനില്ല, ഇനി ആരും ഞങ്ങൾക്ക് പൈസയും തരില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ സ്വയം ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോകാതെ അവർ നേരെ തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി. അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഏതൊരു പിന്നെ വാർത്ത 2-3 ദിവസം മുമ്പ് കണ്ടു, 10-12 വർഷമായിട്ട് അവര് എന്തോ സാധനം മേടിക്കാൻ പോയതാണ്, ഭാര്യയും ഭർത്താവും കൂടി. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവരെ കാറും ഇതുവരെ കണ്ടു കിട്ടിയില്ല. അതുപോലെ തന്നെ ഈ ചിലപ്പോൾ കടമ്പിച്ച് നാടുകൂട്ടായിരിക്കും. അതായത് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ട് ഈ ബ്ലേഡുകാർ പീഡിപ്പിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡുകാരൊക്കെ പറയുന്ന കഥ എന്താ അറിയാം, അതായത് വീട്ടിൽ വന്ന് ചോദിക്കുന്നല്ല പറയാ, ഈ പിന്നെ എന്താ പറയേണ്ടത്, ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ആൾക്കാരെ മുന്നിൽ വെച്ച് നിങ്ങളെ പിടിക്കും, അപമാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തു പോയി. അതാണ് നമ്മൾ പെട്ടുപോവാ. അത് നിന്റെ ഭാര്യയെ പിന്നെ അവമാനിക്കും, നിന്റെ മക്കളെ അവമാനിക്കും, നിന്റെ മകളെ അവമാനിക്കും എന്നൊക്കെ പറയും ബ്ലേഡുകാർ വന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. നമ്മൾ അന്നേരം പെട്ടുപോവാർന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരെ തിരിച്ചു കൊണ്ടുവന്നത് വലിയൊരു ദുരിതത്തിലേക്ക് തന്നെയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.